പെടഞ്ഞ ഇപ്പൊ ഈ കാട്ടിൽ ഒരു ശവം കൊടുക്കുന്നു. ഇത് ഞങ്ങൾ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല ബെൻസേ. നിന്നേം കൊല്ലും. തന്നെയാ എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക് സാറേ. എടാ, എന്റെ വഴി നിന്റെ വഴി അങ്ങനൊന്നുമില്ല, നമ്മുടെ വഴി. പക്ഷെ ആ വഴിയിലോട്ടെ മൂന്നാമതൊരാള് നമ്മുടെ അനുവാദം ഇല്ലാതെ ഉന്തിക്കേറി വന്ന അറിയാലോ നിനക്ക് ഞങ്ങളെ. പിന്നെ കത്തിച്ചളൻ കുടുംബത്തോടെ എടാ പെണ്ണിക്കിഴവേറി ഒരാളൊരു ദുരന്തം പറയുമ്പോഴാണോടാ അവന്റെ ഒരു എടാ വെൻസേ, നാളെ നമ്മള് സുധീഷിന്റെ പെങ്ങളുടെ കല്യാണമല്ലടാ. ഓടിവാ കണ്ണ ചാടിവാ മുന്നേ. ഇത് ജോർജ് സാറാടാ, ഇതെന്റെ കഥയാ. ഹലോ. നീ എന്താണ് നമ്മുടെ ഒന്ന് ഫോൺ എടുക്കാത്തെ? സാർ ഞാൻ കേട്ടില്ലായിരുന്നു. കേൾക്കാത്തതോ അതോ കേട്ടില്ല എന്ന് നടിക്കാൻ തീരുമാനിച്ചോ? അവളെ കേറി പിടിച്ചേന് ചെറുക്കനെ നീ കൊന്നതാന്ന് ഞാൻ വരുത്തി. കൂടെ നീ വന്നില്ലേ? സകല വ്യാളി പിള്ളേർക്കും കൈപ്പണിക്കുള്ള ചരക്കായി നിന്റെ മോളെ ഞാൻ മാറ്റി. അന്ന് നീ നിന്റെ കൂട്ടുകാരനെ റോപ്പിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന് അവന്റെ ഭാര്യ പറഞ്ഞിട്ടാ ലളിത. നീ വച്ചോണ്ടിരുന്നോള. വല്ലവനും ഉണ്ടായ ചെക്കനെ ചുമക്കേണ്ട കാര്യമില്ല നിനക്ക്. അപ്പൊ നിനക്ക് കൊല്ലാം. മുപ്പത്താറ് വർഷമായിടാ മനസ്സിലായ ഞാൻ പോലീസില്. ഇതിനിടയിൽ പുറത്ത് അറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ലടാ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയറായി DYSP മെഡലും വാങ്ങി ഇറങ്ങുമ്പോ ജോർജ് സാറ് പഴയ ജോർജ് സാറ് തന്നെയാണ്. നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്നേ എന്നെ? എന്താന്നേ, നമ്മുടെ മോനല്ലേ ഒരു വാശി കാണിക്കാൻ. എന്നാ ചുമക്ക്? எத்தனை தடவை விളിച്ചു ഞാൻ. இந்த மாதிரி ஓட்டம் போகும்போது நீங்க எங்க இருக்கீங்க കഴിച്ചോ இதெல்லாம் தெரிஞ்சாதானே எனக்கும் മക്കൾക്കും സന്തോഷം. ഞങ്ങളെല്ലാം നിങ്ങൾക്ക് ഒന്നുമല്ല. അച്ഛനും മോനും ഫോണിലൊന്ന് സംസാരിക്കുക, വഴക്കൊന്ന് തീരുക. അതൊരു പ്രതീക്ഷ. നീ നിന്റെ കാര്യം നോക്ക് ലളിതേ. നിനക്ക് മാത്രം മതിയോ സന്തോഷവും പ്രതീക്ഷയും? ഞങ്ങൾക്കും സന്തോഷം വേണം ബെൻസേ. ഭാര്യ മക്കളൊന്നും വേണ്ടല്ലേ? ശരിയടാ പൈത്യം. ഭ്രാന്താണ്, മുഴുത്ത ഭ്രാന്ത്. നീ എന്നെ ചികിത്സിക്കന്നെ. കുറെ നേരമായിട്ട് നിന്നെ പഠിച്ചിട്ടുണ്ടോ ഇവിടെ ജീവിക്കാൻ? ഇരുന്ന് കുറുകാണ്ട് കാര്യം സാറ് വിചാരിച്ച നടക്കും. ലവനെ
എന്റെ കണ്ണടിച്ച് പൊട്ടിച്ചിട്ടാ ഇറങ്ങി ഓടിയത്. അപ്പൊ നിങ്ങൾ പറയുന്ന പോലെ വിചാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. തന്റെ വർക്ക്ഷോപ്പിലല്ലടോ ആ കൊച്ചു കഴിവറി പണിക്കുന്നത്. അല്ലേ അല്ലേന്ന് പണി പഠിക്കാൻ വന്നതാ സാറേ അല്ലേ? ആഹാ, ഇതാണോ പണി? കഞ്ചാവാണ്. കടത്തിയവനും കാടത്താൻ കൂട്ടുനിന്നവനും ഒക്കെ പെടും. കുറച്ച് കാലായി ഇത് ഇവിടെ കിടന്ന് കറങ്ങാൻ തുടങ്ങി. സാർ അത് എന്റെ വണ്ടിയാണ് സാർ. നീ ഏതടാ? സാർ ഞാൻ നീ കോഴിയാ? ഷൺമുഖം. നിന്റെ ടാക്സി പെർമിറ്റ് എവിടാ? ആ എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേരെ ഒറ്റ വീണ്ടും കാട് കയറിയുന്നു. സാർ എന്തേ സാർ ഞാൻ എന്റെ വണ്ടി ഇറക്കാൻ വന്ന. ഏത് വണ്ടി? സാർ പുറത്ത് കിടക്കുന്ന ഒരു ബ്ലാക്ക് അംബാസഡർ മാർക്ക് 1 KL03L 4455. ഒരു മിനിറ്റ്. ഹലോ, എന്താ എന്റെ പേര്? ശരിക്കുള്ള പേര് ഷൺമുഖം എന്നാണ്. ബെൻസ് എന്ന് വിളിക്കും. ഗുണ്ടാണോ? ഇടിക്കോ? പണി ഇറക്കിയല്ലോടോ. ഈ പെണ്ണുങ്ങളെയും കൊച്ചുങ്ങളെ കയറി തൊട്ടാ നിങ്ങളെന്താ ആളെ പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞിട്ടല്ലേ മീഡിയനൊക്കെ വിളിച്ചു കൂട്ടി ആ തള്ളയും മകളെയും കുറിച്ച് എല്ലാ കഥ മുഴുവൻ ഉണ്ടാക്കിയത്? എടാ ഞാനങ്ങനെ പലയും പറയൂടാ വന്നീ. തേഞ്ഞപ്പോ ആര് തേഞ്ഞു? എല്ലാം കഴിഞ്ഞു സാറേ. എന്താ കുഴപ്പമായ ഞാൻ മുങ്ങിയ പൊങ്കലടാ നമ്മൾ എന്തെങ്കിലും. നമ്മള് എല്ലാരും പറയും ഈ ജോർജ് സാർ ഒരു മാന്യനാണ്. എന്താണ് ഈ മാന്യത? ആരാണ് ഈ മാന്യൻ? ആരുമില്ലാത്ത വീട്ടിൽ കുളിമുറി കുറ്റിയിട്ട് ഒറ്റയ്ക്ക് കുളിക്കുന്നവനാണോ മാന്യൻ? അല്ല, അയാൾ കുളിമുറിയിൽ എന്ത് ചെയ്യുന്നു എന്നതിലല്ലേ മാന്യത? എങ്കിൽ ഏത് കുളിമുറിയിലും കുറ്റിയിട്ടും കുറ്റിയിടാതെ ഈ ജോർജ് സാറ് വിളിക്കും. ഏതോ ഒരുത്തൻ ചത്തേന്റെ പേര് സിനിമയിൽ നിർത്തി നാട്ടി വന്നതും പിന്നെ ആ ചത്ത കിഴവന്റെ ആക്രി കാറിന്റെ കഥ വരെ നീ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പുറകിൽ ഇനിയും കുറെ കഥകൾ നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും പറയാനുണ്ടാവും. അന്ന് നീ നിന്റെ കൂട്ടുകാരനെ റോപ്പിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന അവന്റെ ഭാര്യ പറഞ്ഞിട്ടാ ലളിത. ആ നീ വെച്ചോണ്ടിരുന്നോളാ. എല്ലാരോടും ഇങ്ങനെയാടാ ബെൻസേ. ഇത് ജോർജ് നിനക്ക് വെച്ച കേണിയാടാ. എന്റെ ഈ കമ്പിക്കഥ മതിയടാ മലയാളിക്ക്. പിന്നെ അവര് ആഘോഷിക്കും, പിന്നെ നശിപ്പിക്കും, പിന്നെ മറക്കും. ഇനി ഞാൻ പറയും, നീ കേൾക്കും. എടാ ബെൻസേ, നമ്മുടെ സുധീഷിന്റെ പെങ്ങടെ കല്യാണമല്ലടാ നാളെ. നീ ആ വീട്ടുകാരെ കണ്ടല്ലേ? അച്ഛൻ, അമ്മ, വല്യമ്മ, പാവങ്ങളാണ്. ഇവൻ ഈ ജോലി കിട്ടിയപ്പോഴാണ് ആ കുടുംബം തന്നെ ഒന്ന് നിവർന്നു നിന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ ഈ കല്യാണം അവർക്കൊക്കെ എത്ര വലുത്. സാറേ രാവിലെ അവിടെ കിടന്ന് പട്ടി ഷോ കാണിച്ചാ? എടാ ഈഗോ തലയ്ക്കാത്തായ അല്ലടാ.
അത് ഈ സമയത്ത് വായിക്കാത്ത കുത്തിക്കേറ്റാ നോക്കല്ലേ. സാറേ ഞാൻ പറയുന്നു കേക്ക് സാറേ. നീ വണ്ടിയുടെ കീ എടുത്ത് കീ താണ സാറേ പ്ലീസ്. നീ വണ്ടി എടുത്ത് നോക്കട്ടെ. നീ ജോസാനോട് അതെ ഞാൻ രണ്ടെണ്ണം അടിച്ച കൊഞ്ച. നീ സേഫായിട്ട് വീട്ടിൽ കൊണ്ട് എത്തിക്കണേ. തെന്നലും മകളെകിയോ കുഞ്ഞു തുമ്പി തമ്പുരു മീട്ടിയോ ഉള്ളിലെ മാമയിൽ കൂടി വാ കണ്ണ ചാടി വാ പൊണ്ണേ വാ വാ അടിച്ചിങ്ങ് കേറി വാ. ശരി